ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഒരുപാട് പ്രോസസ്സുകളൊന്നുമില്ല. നമ്മുടെ കീക്കിരി കുഞ്ഞുങ്ങളെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച ശർക്കര ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല ഹൈ സ്പീഡിലിട്ട് വേണം അടിച്ചെടുക്കാൻ കേട്ടോ. പക്ഷേ ബാറ്റർ ചൂടായി പോകാനും പാടില്ലേ. ഇനി നമുക്ക് ഈ മുട്ട അടിച്ചെടുത്തതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർക്കാം, സൺഫ്ലവർ ഓയിൽ ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന മാവിനനുസരിച്ച് മുട്ടയുടെ സൈസിനനുസരിച്ചുമൊക്കെ ഈ ബാറ്റർ കുറച്ച് തിക്കായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. തിക്കായിട്ടോ ലൂസായിട്ടോ ഒക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കായിട്ടോ ഒരുപാട് ലൂസായിട്ടോ ഉള്ള ബാറ്ററല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണുള്ളത്. അപ്പോൾ ഈ ബാറ്റർ കുറച്ച് തിക്കാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന മുട്ട ചെറുതാണ്, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിതിലേക്ക് പാല് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന മുട്ടയ്ക്കൊക്കെ അനുസരിച്ച് പാലിൻ്റെ അളവ് ഒന്ന് കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് കടിക്കാൻ കിട്ടാനായിട്ട് കുറച്ച് ബദാം ഒന്ന് കൃഷി ചെയ്ത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സ്, ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, അത് ചേർത്താലും മതിയാകും. ഇനി ഞാനിതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൗൾസിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് സ്റ്റീലിൻ്റെ കപ്പുകളുണ്ടല്ലോ, അതിൽ ചെയ്തെടുത്താലും മതിയാകും. അല്ലെങ്കിൽ ഒരൊറ്റ ഇതായിട്ട് പാത്രത്തിലൊഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താലും മതിയാകും കേട്ടോ. ഇതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ഇടുന്നതിന് മുൻപ് ടാപ്പ് ചെയ്യേണ്ടതായിരുന്നു, ഞാനൊന്ന് മറന്നുപോയി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയിട്ടുണ്ട്, അതിൽ തീരെ പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ആ ഒരു തീയുടെ ചൂടൊക്കെ അനുസരിച്ച് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ഒരു ചേഞ്ചൊക്കെ വരും. അത് നമ്മൾ അതിനനുസരിച്ച് നോക്കി ചെയ്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് അങ്ങ് തണുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് അതിൽ നിന്ന് വിട്ട് കിട്ടിക്കോളും. ആ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുത്താൽ മാത്രം മതിയാകും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞാനിതിനെ കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം കേട്ടോ. അകമൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആ കമൻറ്റ്സ് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കൂടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു പ്രചോദനമായിക്കോട്ടെ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.